ഇന്ത്യയിലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് കുംഭമേള. കേരളത്തിലെ ചാനലുകൾ കുംഭമേളയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പൊതുവെ അപൂർവമാണ്. കോടിക്കണക്കിന് ആളുകൾ കുംഭമേളയ്ക്ക് എത്തുന്നു. ഇന്ന് ഞാൻ ധന്യമി ജീവിതത്തിൽ കുംഭമേളയെക്കുറിച്ച് സംസാരിക്കുകയാണ്. താരതമ്യേന 10 മിനിറ്റ് നേരമാണ് ഓരോ പ്രഭാഷണം എന്നുള്ളതിനാണ്. എത്ര മിനിറ്റ് പറയേണ്ടി വരുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത കേസറ്റിൽ ബാക്കി പറയും. പല ചാനലുകളും കുംഭമേളയെക്കുറിച്ച് പറയുന്നത് കേട്ടു. കുംഭമേളയെക്കുറിച്ച് പറയുന്നതൊക്കെ പലതും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലർ കുംഭമേളയെക്കുറിച്ച് ആ സന്യാസിമാരുടെ നഗ്നതയെ പരിഹസിച്ചുകൊണ്ട് പറയുന്നു. ആ വ്യക്തിക്ക് ഏതിനെ കുറിച്ചാ പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് നല്ല അറിവ് ഉണ്ടാകണം. പണ്ടൊരാള് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ സർക്കസിൽ ചേരാൻ ചെന്നു. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സർക്കസിലെ ഐറ്റം അറിയുക? ട്രപ്പീസ് അറിയോ? വെയിറ്റ് ലിഫ്റ്റിംഗ് അറിയോ? പറഞ്ഞു ഒന്നും അറിയില്ല. പിന്നെ എന്ത് പണിയാ തരിക? ഇയാൾ പറഞ്ഞു എന്നെ ഇവിടുത്തെ കോമാളിയാക്കിയാ മതി. സർക്കസ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ കോമാളി വേറൊരാളെ തല്ലും, ചന്തിക്കൊരടിയൽ കൊടുക്കും, പല കോപ്പിലാട്ടിയും കാട്ടും, മുഖത്ത് കുറച്ച് ചായവും തേച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും പറ്റുന്ന പണിയാന്നാ വിചാരം. സർക്കസിന്റെ മാനേജർ പറഞ്ഞു, നിങ്ങളിപ്പോ അബദ്ധം പറഞ്ഞു. സർക്കസിലെ ഓരോ ഐറ്റവും നല്ലപോലെ അറിയുന്ന ആൾക്ക് കോമാളിയാവാൻ പറ്റൂ? അയ്യോ എന്നെ ഉന്തി തള്ളരുതേ എന്ന് പണ്ടിങ്ങനെ ബഹളം ഉണ്ടാക്കും. നമ്മൾ ചിരിക്കും, ഉന്തും. അയാൾക്ക് ഒന്നും പറ്റില്ല. അയാൾക്ക് ട്രപ്പീസും അറിയാം, വെയിറ്റ് ലിഫ്റ്റിങ്ങും അറിയാം. ഒരു ദിവസം വേറൊരു ഐറ്റം ചെയ്യാൻ ആളില്ലെങ്കിൽ ഈ കോമാളി അങ്ങോട്ട് മാറ്റി അയാളെ ചെയ്യും. നമുക്കൊക്കെ വിമർശനവും ഫലിതവും എളുപ്പമാണെന്നാണ് വിചാരം. അല്ല, വിമർശിക്കുന്നതിന് മുമ്പേ അതിനെപ്പറ്റി നല്ലതുപോലെ പഠിക്കണം. സനാതനധർമ്മം, ഭാരതീയമായ വിഷയങ്ങൾ വളരെ ആഴത്തിലുള്ള സബ്ജക്റ്റാണ്. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്നത് അല്ല. മണിക്കൂറുകളോളം ഇരിക്കേണ്ടി വരും. ശ്രോതാവിന് കാത് എന്നൊരു അവയവമേ ഉണ്ടാവാൻ പാടൂ. തന്ത്രയുടെ രഹസ്യങ്ങളൊക്കെ പലപ്പോഴും പഠിച്ചോര് കുറവാണ്. അത്ര കുറവാവാൻ കാരണം അതിനെ പ്രതിദാനം ചെയ്യുന്നത് ചെവി, വലിയ ചെവി. ചെവിയുടെ രൂപം
ഓങ്കാരം. ആദ്യത്തെ സ്വരം ഊ എന്ന സ്വരം. ആ വിശിഷ്ടമായിട്ടുള്ള സൂക്ഷ്മശാസ്ത്രത്തെ പഠിക്കണമെങ്കിൽ ബാക്കി ക്ലാസ് കോളേജിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള പരിചയം പോരാ. അങ്ങനെ അടിയിലേക്ക് പോകേണ്ട ഗഹനമായ കാര്യമാണ്. അപ്പൊ സർക്കസിൽ കോമാളിയാവണമെങ്കിൽ എല്ലാ സർക്കസും അറിയണം. കോടിക്കണക്കിന് വ്യക്തികൾ കുംഭമേളയ്ക്ക് വരുന്നു. ആ സംഗമത്തില് എത്തുന്ന ആളുകളുടെ എണ്ണം കണക്കാക്കിയാണ്. ഓരോ സംസ്ഥാനത്തെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ത്രിവേണിയിൽ എത്തുന്നത്. അതിൽ നല്ലൊരു ശതമാനം നഗ്നരായിട്ടുള്ള സന്യാസിമാർ ആണ്. ഒരു കാര്യം, അനവധി തലത്തിലുള്ള സന്യാസിമാർക്കുണ്ട്. ഒന്നും രണ്ടൊന്നല്ല, 100 മാർഗമുണ്ട് സന്യാസത്തിലേക്ക്. അലഹബാദിൽ ത്രിവേണിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 100 വഴിയില്ലേ? അനവധി വഴികളില്ലേ? ഹിമാലയത്തില് ഞാൻ നിൽക്കുന്നു എന്ന് വെക്കുക, ഒരാൾ ഫോൺ ചെയ്തു, നിങ്ങളുടെ അടുത്തേക്ക് വരണം. ഏത് വഴി വരണം? അപ്പൊ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഇപ്പൊ എവിടെയാണ് നിൽക്കണത്? അത് വേണ്ടേ? എല്ലാവരോടും ഒരു മറുപടിയാണോ? നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അപ്പൊ അയാൾ പറയും, ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ചേപ്ലശ്ശേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ഇന്ന സ്ഥലത്ത്. നിങ്ങൾ ആദ്യം ചെറുപ്പശ്ശേരിക്ക് വരിക. അത് വേണ്ടേ? ചെറുപ്പശ്ശേരിയിൽ നിങ്ങൾ എങ്ങനെയാ വരുന്നത്? തീവണ്ടിയിലാണോ ട്രെയിനിലാണോ? അല്ല, ട്രെയിനിന് അതിനുള്ള കാശുള്ളൂ. ഒരു കാര്യം ചെയ്യാ, നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എവിടെയാ? അവിടേക്ക് വരിക. ഇങ്ങനെ വേണ്ടേ പലയിടത്തിലും പോയിട്ടും കുതിരവണ്ടി കയറിയിട്ടും വേണ്ട എത്താൻ? അതുപോലെ ആത്യന്തികമായിട്ടുള്ള മനസ്സിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് അനേക മാർഗം ഉണ്ട്. ഒരറിവും അറിവല്ല എന്ന് പഠിക്കണമെങ്കിൽ എല്ലാ അറിവും ഉണ്ടാവണം. പുസ്തകം വായിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് പറയണമെങ്കിൽ അത് പഠിക്കാൻ പുസ്തകങ്ങൾ മുഴുവൻ വായിക്കണം. അത് വേണ്ടേ? നിങ്ങളല്ലേ പറഞ്ഞ പുസ്തകം വായിക്കുന്നതിൽ കാര്യമില്ല എന്ന്? അതിനത് മുഴുവൻ അറിയണം. ആ നിൽക്കുന്ന സ്ഥലത്ത് ഹിമാലയത്തിൽ നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് ഈ വ്യക്തിക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ കുതിരവണ്ടി കയറേണ്ടി വരും, ഓട്ടോറിക്ഷയിൽ കയറേണ്ടി വരും, തീവണ്ടി ബസ്സൊക്കെ കയറേണ്ടി വരും. കേദാർനാഥിൽ ഞാൻ പോയിരുന്നു. കേദാർനാഥിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷകളൊക്കെ തെറ്റി. കുറച്ചു ദൂരം എത്തിയപ്പോൾ ഓക്സിജൻ കിട്ടാൻ ബുദ്ധിമുട്ടി, എൻ്റെ ഭാര്യ കുഴഞ്ഞ് വീണു. അപ്പോഴാണ് അറിയണത് അങ്ങനത്തെ വരെ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന്. അങ്ങനെ ഒരു കൊട്ടയിൽ എടുത്തു വെച്ചിട്ട് പോയി. കുറച്ചു ദൂരം ഞാൻ നടന്നു, എനിക്ക് നിവൃത്തിയില്ലാതെയായി. ഒരു മിണ്ടാപ്രാണിയും ദ്രോഹിക്കരുതെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. തെറ്റിപ്പോയി. അവിടെയും ഇവിടെ അല്ലാതെ കിടക്കേണ്ടി വരും ഐസിൽ. അങ്ങനെ ഒരു കുതിരപ്പുറത്ത് കയറി അനുഭവിക്കൊണ്ടിരുന്നു അവിടെ എത്താൻ. എവിടുന്നോ ഓടി വരുന്ന കുതിരയാണ്. കുതിരക്കാരൻ പോകുന്നു കൊണ്ട് കുതിരക്ക് ഒരു അടി കൊടുത്തപ്പോ ആ അടി എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടാ വേദന. കാരണം അടി ഇല്ലാതെ നിവൃത്തിയില്ല. അപ്പൊ കേദാറിൽ എത്തണമെങ്കിൽ ഇത്രയും കാര്യവും കുതിരയും കുതിരക്കാരനും ഒക്കെ വേണമെന്ന് പറഞ്ഞ പോലെ ത്രിവേണിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള കഥകൾ ആദ്യം അറിയണം. കഥയ്ക്ക് വലിയ പ്രാധാന്യമില്ല. എൻ്റെ സുഹൃത്തുക്കളായുള്ള പലരുടെയും പ്രഭാഷണം കേൾക്കുമ്പോൾ
കഥാഭാഗം വരുമ്പോൾ ഞാൻ അത്ര കഥയ്ക്ക് പ്രാധാന്യം ഉണ്ട്. കാരണം കഥയുടെ അകത്ത് ആന്തരികമായി ഒളിപ്പിച്ചു വെച്ച കാര്യത്തിനാണ് പ്രാധാന്യം. കഥ ഒരു തവണ കേട്ടാൽ മതി. ഒരു തവണ കേട്ട പക്ഷെ എന്താ അതിൽ ഒളിപ്പിച്ചു വെച്ച സംഭവം? എല്ലാം ലീലകളാണ്. ലീല എന്ന് പറഞ്ഞ മീനിങ് വേറെ. കൃഷ്ണന്റെ കഥ ലീല, രാമന്റെ കഥ ലീല. ഇവിടെ പ്രയാഗയിൽ നടക്കുന്ന കുംഭമേളയുടെ അകത്ത് ഒളിപ്പിച്ചു വെച്ച കാര്യമുണ്ട്. ആ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്, ദൈനംദിന ജീവിതമായിട്ട്. ഇതൊരു രാജ്യത്തിന്റെ മാത്രം കാര്യമല്ല, എക്കാലത്തും മനുഷ്യജനതയുടെ കാര്യമാണ് അവിടെ പ്രതീകാത്മകമായിട്ട് കാണുന്നു. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല. പ്രതീകാത്മകം എന്ന് ഞാനൊന്ന് പറഞ്ഞു. പ്രതീകം എന്ന് പറഞ്ഞാൽ പ്രതീകമല്ല, അത് വേറെ കാര്യം യഥാർത്ഥ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ. കാരണം പ്രതീകത്തിൽ സത്യമുണ്ട്. എന്താണ് കുംഭമേള എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.